നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോകുന്നു. ഇതൊക്കെ പൂർണ്ണമായും അവസാനിക്കാൻ പോവുകയാണ്. ഓരോ ദിവസത്തിന്റെയും ആനുകൂല്യങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നത്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ദൃഷ്ടിയും സംയോഗവും കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും അതിന് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാറുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഒരു നക്ഷത്രത്തിൽ പിറന്ന ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവർക്ക് പല വിധത്തിലായിരിക്കും അവരുടെ ഫലങ്ങൾ വന്നു ചേരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു നക്ഷത്രമാണെങ്കിലും ഗ്രഹസ്ഥിതി അവരുടെ ജന്മസമയത്തിന്റെ ഗണനം അനുസരിച്ചിട്ട് അവരുടെ ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടായിരിക്കും പൂർണ്ണഫലങ്ങൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ചാരവശാലുള്ള ഫലവും ഗ്രഹസ്ഥിതിയും അനുകൂലമാണോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള അനുകൂലമായ സ്ഥിതി ചാരവശാലുള്ള ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് ഇവരുടെ കഷ്ടപ്പാടുകൾ തീരുന്നു. ജീവിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയവും സ്ഥിതിയും ചുറ്റുപാടുകളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹസ്ഥിതി അനുകൂലമായി നിൽക്കുന്നു. പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള പോംവഴികൾ ഇവരുടെ മുന്നിൽ തെളിയുന്നു. ഈ വീഡിയോ കേൾക്കുന്ന ഏത് നക്ഷത്രക്കാരാണെങ്കിലും അവർക്കുണ്ടാകുന്ന അനുകൂലമായ ഫലങ്ങൾ പൂർണ്ണ തോതിൽ അവർ അനുഭവപ്പെടുന്നുണ്ടോ, അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുക. അതിനുള്ള ഉത്തരം ഇതിലൂടെ ഇവർക്ക് സാധ്യമാകും. കാരണം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരുമ്പോൾ അനുകൂലമാണെന്ന് പറയുന്ന ഫലങ്ങൾ പ്രതികൂലമാവുകയും പ്രതികൂലം എന്ന് പറയുന്ന ആളുകൾക്ക് അനുകൂലമാവുകയും വരുമ്പോൾ ഇവർക്ക് ഒരു ജ്യോതിഷ പ്രവചനത്തിൽ അവിശ്വസിക്കേണ്ട സാഹചര്യം വരാറുണ്ട്. ജ്യോതിഷ മഹാശാസ്ത്രം എന്ന് പറയുന്നത് പ്രവചനം സത്യമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണതോതിൽ അനുഭവപ്പെടുന്നത് അവിടെ ജാതകവും ചാരവശാലുള്ള ഫലവും ഒത്തുനോക്കുമ്പോഴാണ് പൂർണ്ണഫലങ്ങൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. ദോഷമായ സമയത്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെങ്കിൽ അവർ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്താൽ തന്നെ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുണമാണെന്ന് പറയുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായി കൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള ഫലങ്ങളും പൂർണ്ണ തോതിലുള്ള ഉയർച്ചകളും സംഭവിക്കുന്നതിന് അതിനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ പല മടങ്ങ് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരു സമയം തന്നെയാണ് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സംശയലേശമെന്നെ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല സമയം വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ ഒരു നല്ല സമയം വന്നു ചേരുന്ന ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യനെ പോലെ കത്തിജ്വലിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് കോടീശ്വര യോഗമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. കോടീശ്വര യോഗം എന്ന് പറയുന്നത് കോടികൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരണമെന്നല്ല, പണം ധാരാളം വന്നു ചേരും. ചിലർക്കാകട്ടെ അത് കോടികൾ വരെ എത്താം എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ചിലർക്ക് ലക്ഷങ്ങളായിരിക്കാം, ചിലർക്ക് ആയിരങ്ങളായിരിക്കാം, ചിലർക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന നല്ല പദവികൾ ലഭിക്കാം. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാത്രമേ ജ്യോതിഷ മഹാശാസ്ത്രത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയുള്ളൂ. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഇതുവരെ സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, പല സാമ്പത്തിക പ്രതിസന്ധികൾ, വരുമാനമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നു. പെട്ടെന്നൊരു ജോലി ലഭിക്കുന്നു. ആ ജോലിയിലുള്ള വരുമാനം അഡ്വാൻസ് തുക പോലും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ കടങ്ങൾ വീട്ടാനും വീട്ടിൽ സാമ്പത്തിക പരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ മറികടക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു.
അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഉയർച്ചകൾ സംഭവിക്കുകയും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുന്നത് ഇവരുടെ കഴിവുകൾ കൊണ്ടാണ്. ഇവരുടെ കഴിവും ഇവരുടെ പ്രാപ്തിയും അർപ്പണ മനോഭാവവും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതുവരെ അനുഭവിച്ചത് പെട്ടെന്നായിരിക്കും ആ ഒരു മാറ്റം കാണുന്നത്. പെട്ടെന്ന് മനസ്സമാധാനം വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ശാരീരിക സൗഖ്യം ജീവിതത്തിൽ എത്തുന്ന ഒരു സൂചന. അതായത് ഇതുവരെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് ഒരവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങുകയും അത് ഒന്നിനു പുറകെ ഒന്നായി നല്ല രീതിയിലുള്ള മാറ്റത്തിലേക്ക് എത്തിച്ചേരുകയും നല്ലൊരു ചികിത്സാ പദ്ധതി അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെയോ ചികിത്സകനെയോ ഒക്കെ ലഭിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുന്നതോടുകൂടി തന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പെടുന്നതിനെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നു. ഇവർ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നത്. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് യാത്ര പോകുന്നതിനുള്ള ഒരു നല്ല അവസരം പോലും എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യത്യാസങ്ങൾ പ്രകടമാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പല വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, ജോലി ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യം, പഠനത്തിൽ അനുകൂലമായ സാഹചര്യം, മികച്ച ജീവിതം നയിക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന ഒരു സമയം കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കാണുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ അവസ്ഥകളൊക്കെ മാറുകയും മികച്ച നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുഭവം വിചാരിച്ച രീതിയിൽ തന്നെ എത്തിച്ചേർന്നു. ഭാഗ്യം ഒരുപാട് ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഈശ്വര ചൈതന്യത്തിന്റെ എല്ലാവിധ വശങ്ങളും ഇവർ അനുഭവിച്ചറിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈശ്വര കൃപ, ഈശ്വര കടാക്ഷം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുന്ന ഒരു സമയമാണ്. അതായത് സന്തോഷ വാർത്തകൾ നിരന്തരം ഇവർക്ക് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പടിപടിയായി നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നു. അതിലൂടെ ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ മാറുകയും ഉദ്ദേശിച്ച പോലെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് പോലും ലഭിക്കുന്ന സമയമുണ്ടാകുന്നു. ഇവർ കൊടുത്തൊരു പേപ്പർ വർക്കാണെങ്കിലോ ഡോക്യുമെന്റ് ആണെങ്കിലോ പല വിധത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിലോ ഇതൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയമാണ്. അവകാശപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ ഇവർക്ക് വന്നു ചേരുന്നു. അതായത് സ്വത്തുവകകളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ്. പ്രതീക്ഷകൾക്കൊത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിലെ പല നേട്ടങ്ങളും ഇവർക്ക് ഈശ്വര കടാക്ഷത്തിലൂടെ ലഭിച്ചു എന്ന് കരുതുന്ന രീതിയിൽ ഇവർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിദേശത്തേക്ക് ഒരു യാത്രയ്ക്ക് പോകുന്ന, അതായത് ഒരു അവസരം തേടിയ ഒരു യാത്ര, അത് ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയും അത് കുടുംബത്തിന് ഒന്നാകെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് എല്ലാ മേഖലകളിലും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും അനുകൂലമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പുണർദ നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് സംഭവ ബഹുലമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല വിധത്തിലും ഒരിക്കലും കര കയറുകയില്ല എന്ന് വിചാരിച്ച് സ്വയമേവ പഴിച്ചുകൊണ്ട് നടന്ന, എത്ര തന്നെ അധ്വാനിച്ചിട്ടും ഒരു കര കയറാൻ സാധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച ആളുകൾക്ക് പൊടുന്നനെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ലക്ഷ്മി കടാക്ഷം പോലും ഇവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന, പണം ഇവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഇവർക്കുണ്ടാകും. സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും.
അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. ഈശ്വര കടാക്ഷത്തിന്റെ മൂർത്തി ഭാവം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അതായത് ഈശ്വര കടാക്ഷം വലിയ ഉയർച്ചയിൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു, പ്രതിഫലിക്കുന്നു. ഇവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുക മാത്രമല്ല, കുടുംബത്തിൽ എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നു. മികച്ച അവസരങ്ങൾ ഇവർ തേടിയെത്തുന്നു. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച ഉയർച്ചകൾ, മിന്നുന്ന നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും വലിയ അംഗീകാരം, പ്രശസ്തി, മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. സുവർണ നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.